ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഞാനീ പറയുന്ന ഒരു ക്ഷേത്രത്തിൽ, അതായത് ഞാനീ പറയുന്ന ഒരു സ്ഥലത്ത്, ഞാനീ പറയുന്ന ഒരു ക്ഷേത്രത്തിൽ, ഞാനീ പറയുന്ന ഒരു നടയിൽ ഒരു കർപ്പൂരം വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും. അതെവിടെയാണ്? നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് ചെയ്യുക. ഏതായാലും അറിഞ്ഞിരിക്കുക, എഴുതി വെക്കുക. നിങ്ങൾക്കിപ്പം പല കാര്യം ചെയ്തിട്ട് ഒരു കാര്യം നടക്കുന്നില്ലെങ്കിൽ ചെയ്ത് നോക്കാം. കേൾക്കുക, നിങ്ങളെ കൊണ്ട് പറ്റുമ്പം ചെയ്യുക, എഴുതി വെക്കുക. നിങ്ങൾക്കൊരു അത്യാവശ്യ ഘട്ടത്തിൽ അത് ഉപകാരപ്പെടും. അപ്പം ഒരു കർപ്പൂരം ഞാനീ പറയുന്നിടത്ത് വെച്ചാൽ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും. അത് എവിടെയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ചില ഈ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ പേരിൻ്റെ ചില രഹസ്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അത് മുഴുവൻ കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും, അതിൻ്റെ അകത്ത് സംശയമൊന്നും വേണ്ട. അപ്പം പിന്നെ കുറേ മറ്റു ചില ക്ഷേത്രത്തിൽ ചെയ്യുന്ന ചില വഴിപാടുകളുടെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില രഹസ്യ വിവരങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർ മുഴുവൻ കാണുക. കാണുന്നവർക്ക് പ്രയോജനം ഉണ്ട്, അതിൻ്റെ സംശയമൊന്നും വേണ്ട. ജീവിതത്തിൽ ഉപകാരപ്പെടും. അവിടെ ഇവിടെ ഓടി നടക്കാതെ ഒരു കാര്യം ജീവിതത്തിൽ നേടണമെന്നുണ്ട്. ഇത് എഴുതി വെക്കുക. ഇതൊക്കെ ആവശ്യമുള്ളവർ എപ്പോഴെങ്കിലുമൊക്കെ ഉപകാരപ്പെടും. ആരുടെയും പുറകെ നടക്കേണ്ട കാര്യമില്ല. നല്ല കാര്യങ്ങളാണ്, ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ്. ഇത് വേറെ ആരും ഇതുപോലെ പറഞ്ഞു തരത്തില്ല. ഞാൻ കേൾക്കുമ്പോൾ മനസ്സിലാവും അത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. ചെയ്യുന്ന രീതി പറയും. നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരാറില്ല. ഇതാണ് സാഹചര്യം. ഇന്ന് പറയാൻ പോകുന്നത്, ഞാനീ പറയുന്ന ക്ഷേത്രത്തിൽ, ഞാനീ പറയുന്ന നടയിൽ ഒരു കർപ്പൂരം വെച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആവശ്യം പറയുക. അത് കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ച് അതിൻ്റെ മുന്നിൽ നടയിൽ വെച്ച ശേഷം, വെക്കുമ്പോൾ ഈ കണ്ണുകൊണ്ട് നോക്കരുത്, നോക്കാതെ തന്നെ വെക്കുക. പിന്നെ നോക്കണ്ട, തിരിഞ്ഞു നടക്കുക, മിണ്ടാവുരിയാണ്. അതേക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട. ഇതെവിടാണെന്ന് പറഞ്ഞുതരാം. വില്വമംഗലത്തിൻ്റെ ഒരു നടയിലാണ്. അത് വില്വമംഗലത്തിൻ്റെ ഏത് ക്ഷേത്രത്തിലാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ പോയാൽ മതി. നിങ്ങൾക്ക് പലതും ചെയ്തിട്ട് ഒരു കാര്യം നടക്കുന്നില്ലെങ്കിൽ ആവശ്യമുള്ളവർ ഇപ്പോൾ എഴുതി വെക്കുക. പിന്നെ പറ്റുന്നവർ പോവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ പോവുക. അതിൽ എഴുതി വെക്കുക, മനസ്സിലാക്കി വെക്കുക. അതായത് അമ്പലപ്പുഴയിൽ ഭഗവാൻ ഉണ്ണിക്കണ്ണന് ഒരു വ്യാഴാഴ്ച പോയി ഭഗവാന് ഒരു കുടം എണ്ണയല്ല വെണ്ണ കേട്ടോ, ഒരു കുടം വെണ്ണ നിങ്ങൾ സമർപ്പിച്ച ശേഷം അല്പം കർപ്പൂരം വാങ്ങണം. ഒന്നുകിൽ ഒരു കൈ കർപ്പൂരം, അല്ലെങ്കിൽ ഒരു കർപ്പൂരം. ആ വില്ലുമംഗലത്തിൻ്റെ ഒരു നടയുണ്ട്, വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്ന. ആ ശ്രീകോവിൽ, നമ്മൾ ശ്രീകോവിലിന് പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ കാണാം. അവിടെ ഒന്നുകിൽ ഒരു കർപ്പൂരം, അല്ലെങ്കിൽ ഒരു കൈ കർപ്പൂരം. അത് കയ്യിൽ പിടിച്ച് പിന്നെ അത് കണ്ണുകൊണ്ട് നോക്കരുത്. നിങ്ങളുടെ ആഗ്രഹം ഒരു ആഗ്രഹം മാത്രം വ്യക്തമായിട്ട് പറയുക. സാധിച്ചു തരണമെന്ന് വില്ലുമംഗലം സ്വാമിയാരോട് പറയുക. എന്നിട്ട് അത് അവിടെ വയ്ക്കുക. വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുക. അങ്ങോട്ട് പിന്നെ നോക്കണ്ട, തിരിഞ്ഞ് നടക്കുക, ഒന്നും ചിന്തിക്കേണ്ട, അതേക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട. ഇത് നിങ്ങളും ചെയ്യാൻ നോക്കുക. വിശ്വാസത്തോടെ ചെയ്താൽ, വില്ലുമംഗലത്തിനും സമർപ്പിച്ചാൽ നിങ്ങളുടെ കാര്യം, ഉദ്ദേശിക്കുന്ന കാര്യം നടന്നിരിക്കും. വിശ്വാസത്തിൽ പിന്നെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നടന്നാൽ ഒരു ഫലം കിട്ടത്തില്ല. ചെയ്തു മറന്നു, പിന്നെ ചിന്തിക്കുകയും വേണ്ട. നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരു കർപ്പൂരം വെച്ചാലും മതി, ഫലമുണ്ടാവും. അല്ലെങ്കിൽ ഒരു കൈ കർപ്പൂരം. ഒരു അത്ഭുതമായ കാര്യമാണ്. പലതും ചെയ്തിട്ട് ഒരു കാര്യം നടക്കുന്നില്ല, ഒന്ന് ചെയ്ത് നോക്കുക. ഇതാരും പറഞ്ഞു തരത്തില്ല. വില്ലുമംഗലം സ്വാമിയാരെന്ന് പറഞ്ഞാൽ അദ്ദേഹം മഹാസ്വാത്വികനും ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹമുള്ള പുണ്യാത്മാവുമാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ നമ്മളൊരു പ്രാർത്ഥന വെച്ചാൽ, അത് സത്യസന്ധമാണെങ്കിൽ, പൂർണ്ണ മനസ്സോടുകൂടി, ശുദ്ധമായ മനസ്സോടുകൂടിയാണെങ്കിൽ അത് ഒരിക്കലും വെറുതെ ആകത്തില്ല. അതിനുള്ള ഒരു ശക്തി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്കുണ്ട്, ഭഗവാനോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്കുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? പലതും ചെയ്തിട്ട് പല കാര്യങ്ങളും നടക്കുന്നില്ലെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കുക. അതീവ രഹസ്യമായ കാര്യമാണ്. ഇതാരും പറഞ്ഞു തരത്തില്ല. ഇത് നിങ്ങൾ ആരോടും പറഞ്ഞും കൊടുക്കണ്ട. നിങ്ങളുടെ പോവുക, നിങ്ങൾ ചെയ്യുക, നിങ്ങളുടെ കാര്യം നടന്നോളും. അവിടെ വിശ്വസിക്കുക. മനസ്സിലായില്ലേ? അത് മതി. അപ്പം ഇത് ഏതൊരാളുടെയും ജീവിതത്തിൽ
അതിപ്പോൾ നിങ്ങളൊരു ഒരു വിവാഹകാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ലോണിൻ്റെ കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കേസിൻ്റെ കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ്റെ കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വീട് മേടിക്കുന്ന കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വീട് വിൽക്കുന്ന കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങുന്ന കാര്യമായിക്കോട്ടെ, എന്ത് കാര്യവും സത്യസന്ധമായിട്ട് ന്യായമായിട്ടുള്ള കാര്യം മനഃശുദ്ധിയോടെ വിശ്വാസത്തോടെ ചെയ്യണം. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് വ്യാഴാഴ്ച പോകുമ്പോൾ ഇത് ആവർത്തിക്കാം. ഒരു കാര്യം തന്നെ പറയണത്, നടന്നു കഴിഞ്ഞാൽ അടുത്ത കാര്യം പറയാവുള്ളൂ. ഇതാരോടും പറയരുത്. നിങ്ങൾ ചെയ്യുന്ന വിദ്യയും ചെയ്യുന്ന കാര്യവും ചെയ്തു കഴിഞ്ഞാൽ അതേക്കുറിച്ച് ഓർക്കുകയും ചെയ്യരുത്. അതുകൂടെ ഓർത്തോണം, എങ്കിലേ അത് ഫലം ഉണ്ടാകത്തുള്ളൂ. മനസ്സിൽ സംശയം ഉണ്ടാകരുത്, അതുകൂടെ ഓർത്തോണം. അല്ലാതെ ഇത് വെച്ചുകൊണ്ട് തന്നെ കാര്യമില്ല, അങ്ങനെ ചെയ്യണം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കാര്യവും നേടിയെടുക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ശിവക്ഷേത്രത്തിൽ ഈ വിളക്ക് സമർപ്പിച്ച ചില രഹസ്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഒരാൾക്ക് ഗൾഫിൽ പോകാൻ നോക്കുന്നു, പഠിച്ച പണി 18 നോക്കിയിട്ട് നടക്കുന്നില്ല. ഒരു ശനിയാഴ്ച അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോവുക, വൈകുന്ന പാട് കടയിൽ നിന്ന് മേടിച്ച് ഒരു ഓട്ടുവിളക്ക്, നിലവിളക്ക് 5 തിരിയിട്ട് നെയ്യ് ഒഴിച്ച് കത്തിച്ച് വെച്ച് പൂർണ്ണ വിശ്വാസത്തോട് ഭഗവാനോട് പ്രാർത്ഥിച്ച് വെച്ചാൽ അത് നടന്നിരിക്കും. ഏത് കാര്യവും ഒരു തവണ ചെയ്യുക. അത്ഭുതമായ കാര്യമാണ്. ഈ വിളക്ക് സമർപ്പണത്തിന് ചില ശക്തിയുണ്ട്. ഉദ്ദേശ കാര്യം നടക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പം വീട്ടിലെപ്പോഴും കലഹമാണ്. ശിവന് പിൻവിളക്കും ഐക്യമത്യാർച്ചനയും ശിവക്ഷേത്രത്തിൽ തിങ്കൾ വെള്ളി ശനി ഈ ദിവസങ്ങളെ അടുപ്പിച്ച് രാവിലെ ചെയ്യണം. ഭഗവാനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് വിശ്വസിച്ച് ചെയ്യണം. പിൻവിളക്ക് എന്ന് പറഞ്ഞാൽ പാർവതി ദേവിക്കാണ്. ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് രഹസ്യം എടുത്ത് വെച്ചാൽ മതി. പിൻവിളക്ക് പിന്നെ ഐക്യമത്യാർച്ചന, ആരാണോ ഐക്യപ്പെടേണ്ടത് അവരുടെ 2 പേരുടെ പേര് നാളോടെ എഴുതി ആ ഒരു രഹസ്യം എഴുതുക. പിൻവിളക്കും ഐക്യമത്യാർച്ചനയും തിങ്കൾ വെള്ളി ശനി ദിവസങ്ങളിൽ രാവിലെ ചെയ്യുക. വിശ്വാസത്തോടെ ചെയ്താൽ ആ വീട്ടിൽ ഐക്യം ഉണ്ടായി വരും. അവർ ഐക്യപ്പെടാൻ ഉപകരിക്കും. പക്ഷേ ഇതിനൊക്കെ നമ്മുടെ ആ മനസ്സിൻ്റെ ഒരു വിശ്വാസം വേണം. അല്ല ചുമ്മാ യാന്ത്രികമായിട്ട് ചെയ്തിട്ട് കാര്യമില്ല. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. അതുപോലെ ഈ കൃഷ്ണക്ഷേത്രത്തിൽ ചുറ്റുവിളക്ക് വഴിപാടായിട്ട് തെളിയിച്ചാൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയക്കാരന് അയാൾക്ക് നല്ലൊരു വിജയത്തിന് അർഹതയുണ്ടെങ്കിൽ ഭഗവാൻ ഒരു നിവൃത്തിയുണ്ട്, ഭഗവാൻ അത് സാധിച്ചു കൊടുക്കും. വലിയ വലിയ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഒരു കുടുംബം, ആ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്നു. ആ കുടുംബത്തിൽ ആരെങ്കിലും വിദേശത്ത് പോവുമോ അത്ഭുതങ്ങൾ നടക്കും. അല്ലെങ്കിൽ ആർക്കെങ്കിലും നല്ല ജോലി കിട്ടുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടാവുമോ, പുതിയൊരു മാറ്റം കൊണ്ടുവരുന്നതാണ്. പെട്ടെന്ന് മാറ്റം കൊണ്ടുവരുന്നതാണ് കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ഏതെങ്കിലും ഒരു ഞായറാഴ്ച വൈകുന്ന പാട് ചുറ്റുവിളക്ക് തെളിയിക്കുക. ഇത് 3 മാസത്തിലോ അല്ലെ മാസത്തിലൊരു ഞായറാഴ്ചയോ പറ്റുമെങ്കിൽ ആവർത്തിക്കുക, അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ചെയ്യുക. വിശ്വാസത്തോടു കൂടി ചെയ്താൽ ആ കുടുംബത്തിലെ അല്ലെങ്കിൽ ആ ചെയ്യുന്ന വ്യക്തിയുടെ ജീവിതത്തിലും പെട്ടെന്ന് മാറ്റം ഉണ്ടാകുമെന്നുള്ളതാണ്. ഇത് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. നമ്മുടെ മുൻജന്മ കർമ്മദോഷങ്ങൾ മാറും. ഈ മുൻജന്മ കർമ്മദോഷങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്താലും അത് ഫലം ഉണ്ടാകാൻ തടസ്സം ഉണ്ടാകുന്നതാണ്. അതാണ് ഈ മുൻജന്മ കർമ്മദോഷങ്ങളെ പറ്റി. അത് മാറാൻ ഏറ്റവും നല്ലതാണ് ഈ ചുറ്റുവിളക്ക്. ഇപ്പോൾ വലിയ ക്ഷേത്രങ്ങളൊക്കെ വലിയ തുകയായിരിക്കും, അതൊന്നും ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ചെറിയ ക്ഷേത്രത്തിൽ പോയി, കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ പോയി ഏതെങ്കിലും ഒരു ഞായറാഴ്ച വൈകുന്ന പാട് നിങ്ങൾ 1/2 ലിറ്ററോ 1 ലിറ്ററോ എല്ലാം കൊണ്ട് ചുറ്റുവിളക്ക് തെളിയിക്കുക. അങ്ങനെ മനസ്സിലായോ? അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയാറുള്ളൂ. അത് മതി, അത് ഫലമാണ്. പിന്നെ വലിയ ക്ഷേത്രങ്ങളിൽ സാമ്പത്തികമുള്ളവർ ചെയ്യട്ടെ, അതും നല്ലത് തന്നെ. നമ്മൾ സാധാരണക്കാർ സാമ്പത്തികം ഇല്ലാത്തവർ ചെറിയ ക്ഷേത്രത്തിൽ ചെയ്താലും മതി. ഭഗവാൻ എവിടെയാണേലും നിങ്ങളുടെ വിളി കേൾക്കും. മനഃശുദ്ധിയോടുകൂടി വിളിക്കണമെന്നുള്ളതേ ഉള്ളൂ. ഇനിയും ഞാൻ ചില ഇംഗ്ലീഷ് ലെറ്റേഴ്സിൻ്റെ പേരിൻ്റെ ചില രഹസ്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഒരാളുടെ പേരിൽ RA എന്നുള്ള ഉച്ചാരണം ഉണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഉയർച്ച ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. RA എന്നൊരു ഉച്ചാരണം, അല്ലെ RA എന്നൊരു ഉച്ചാരണം വരികയാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് അയാളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യങ്ങളും ഉയർച്ചയൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ പേരിടുമ്പോഴൊക്കെ ഒന്ന് അറിയുന്നത് നല്ലതാണ്, അല്ലെ നിങ്ങൾക്ക് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. മനസ്സിലായില്ലേ? ആർക്കെങ്കിലുമൊക്കെ പറഞ്ഞും കൊടുക്കുക, അല്ലെ പിള്ളേർക്കൊക്കെ പേരിടുമ്പോഴൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഹ എന്നുള്ള ഉച്ചാരണം പേരിലുണ്ടെങ്കിലും വളരെ അയാളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുക, കുട്ടികളുടെ ജീവിതത്തിൽ. അതുപോലെ റോ എന്നുള്ള ഇപ്പോൾ റോസ്, റോജൻ, റോജോ, അല്ലേ അങ്ങനെ ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞല്ലോ. ഈ റോ എന്നുള്ള ഉച്ചാരണം ഒരാളുടെ പേരിന്, അത് ആദ്യമായിക്കോട്ടെ അവസാനമായിക്കോട്ടെ നടുക്കായിക്കോട്ടെ എവിടെ വേണേലും
അങ്ങനെ ഉച്ചാരണങ്ങൾ വരികയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ അപ്രതീക്ഷിതമായിട്ട് ഭാഗ്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ്. ഇനിയും ആറി രേ എന്നുള്ളൊരു ഉച്ചാരണം, ആറി, ഈ ഒരു ഉച്ചാരണം പേരിൻ്റെ ആദ്യമോ അവസാനമോ നടുക്കോ എവിടെ വന്നാലും അത് അത്ര നല്ലതല്ല. ഇവരെ എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഏത് കാര്യത്തിനോടും ഒരു അഭിപ്രായ ഭിന്നത പ്രകടിപ്പിക്കും. എവിടെ ഒരു വാഗ്വാദങ്ങൾ ഒക്കെ ഉണ്ടാക്കാനുള്ളൊരു പ്രവണത കൂടുതലാണ്. ആറി രേ അത്ര നല്ലതല്ല എന്ന് വെച്ച് ഈ ഉച്ചാരണം വരുന്നവരെല്ലാം മോശക്കാരാണെന്നൊന്നും അല്ല എൻ്റെ അർത്ഥം. ഓരോരുത്തർ ജനിച്ച സമയവും നക്ഷത്രവും ഒക്കെ അനുസരിച്ച് ഇത് മാറ്റം വരും. ഇത് പൊതുവായിട്ട് പറയുന്നേ ഉള്ളൂ, അങ്ങനെ മനസ്സിലാക്കുക. കെ യു കു എന്നുള്ള ഉച്ചാരണം അത്ര നല്ലതല്ല. ഇത് ആവശ്യമില്ലാത്ത ചില പ്രശ്നങ്ങളിൽ പോയി ചാടാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. ഇവരെ മറ്റുള്ളവർക്ക് കബളിപ്പിക്കാനോ ഒക്കെ ഒരു സാധ്യത വളരെ എളുപ്പമാണ്. ആവശ്യമില്ലാത്ത ചില പ്രതിസന്ധികളിൽ ആദ്യം കാണുന്ന കാര്യം അപ്പാടെ വിശ്വസിക്കുക, ആര് പറഞ്ഞാലും അപ്പാടെ വിശ്വസിക്കുക, അല്ലെങ്കിൽ വിശ്വാസമുള്ളവർ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുക. സ്വന്തം ബുദ്ധി ആവശ്യത്തിനൊരു ഉപയോഗിക്കാതെ പല തട്ടിപ്പുകളിലോ പ്രതിസന്ധികളിലോ ഒക്കെ പോയി ചാടാനുള്ളൊരു പ്രവണത കൂടുതലാണ്. കെ യു കു. അതുപോലെ എൻ യു നു, ഇത് പേരിൻ്റെ അവസാനം വരിക, പേരിൻ്റെ ആദ്യം വരിക, നടുക്ക് വരിക, എങ്ങനെ വന്നാലും അത്ര നല്ലതല്ല. അതായത് സാഹചര്യങ്ങൾ പലപ്പോഴും പല കുഴപ്പങ്ങളിൽ ഇവരെ കൊണ്ട് ചാടിക്കുക. ഈ ചില കൂട്ടുകാർ, തെറ്റായ ചില കൂട്ടുകാരുടെ സഹവാസം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ചില 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 മോശമായ കാര്യങ്ങളിലേക്ക് കൂട്ടുകെട്ടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ എസ് ഇ എന്നുള്ള ഉച്ചാരണം അത്ര നല്ലതല്ല. അതായത് ഇവർക്ക് പല കാര്യങ്ങളിലും കാർക്കശ്യം, പിടിവാശി, ഒരാവശ്യമില്ലാത്ത പിടിവാശി. അതുപോലെ ഇവരാദ്യം ശരിയെന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും പലപ്പോഴും ഇവർക്ക് ഗുണകരമായിരിക്കണമെന്നില്ല. അങ്ങനെ ചില പ്രതിസന്ധികളിൽ പോയി ചാടുക, പല കാര്യങ്ങൾ ചെയ്താലും ജീവിതത്തിൽ ഒരു മുന്നേറ്റത്തിന് തടസ്സം ഉണ്ടാകുക, അങ്ങനെ ചില പ്രവണതകളും ഉണ്ടാകാം. ഈ ഉച്ചാരണം വരുന്നതുകൊണ്ട് തന്നെ ഒരാളുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞാൻ വീണ്ടും പറയുന്നത്, ഇത് പൊതുവായിട്ട് പറയുന്നത്, ഇതെല്ലാം പറയുന്നത് അങ്ങനെ തന്നെ. ജനിച്ച സമയവും നക്ഷത്രവും ഒക്കെ അനുസരിച്ച് ഇത് മാറ്റം വരും കേട്ടോ, അതെപ്പോഴും ഓർത്തുകൊള്ളുക. ഈ പറയുന്ന എല്ലാം അങ്ങനെ തന്നെയാണ്. ഇനി എസ് യു എന്ന് ഒരാളുടെ പേരിൽ ഉച്ചാരണം ആദ്യമോ മധ്യത്തിലോ അവസാനത്തിലോ ഒക്കെ വന്നാലും അത് ജീവിതത്തിൽ കുറേ പ്രതിസന്ധികൾ ഉണ്ടാകാം. ചില ആവശ്യമില്ലാത്ത ചില സൗഹൃദങ്ങൾ, ആവശ്യമില്ലാത്ത ചില കൂട്ടുകെട്ടുകൾ, ആവശ്യമില്ലാത്ത ചില ചിന്തകൾ, ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ പോയി അപ്രതീക്ഷിതമായിട്ട് ചാടാം. മനസ്സിന് എപ്പോഴും ടെൻഷൻ ഉണ്ടാകാത്ത ചില കാര്യങ്ങളുണ്ടാകാം. സാമ്പത്തിക കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. തൊഴിൽപരമായിട്ട് അസ്ഥിരതകൾ, തൊഴിൽപരമായിട്ട് പ്രോബ്ലംസ്, തൊഴിലടുത്ത് പ്രോബ്ലംസ്, റിലേഷൻ സംബന്ധമായ ഒരു കമ്മ്യൂണിക്കേഷൻ സംബന്ധമായ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉയർന്നു വരാം. വെച്ചാൽ അങ്ങനെ എല്ലാവർക്കും ഉണ്ടാകുമെന്നല്ല പറഞ്ഞത്. വീണ്ടും പറയുന്നു, ജനിച്ച സമയവും നക്ഷത്രവും ഒക്കെ അനുസരിച്ച് ഇത് മാറ്റി വരും. ഇതൊരു സാമാന്യ ഫലമാണ്. ജനിച്ച നക്ഷത്രവും സമയമൊക്കെ അനുസരിച്ച് ഇതിലെല്ലാം മാറ്റം വരാം. ഇത് സാമാന്യമായിട്ട് പറയുന്ന ചില കാര്യങ്ങളാണ്. കുട്ടികൾക്കൊക്കെ പേരിടുമ്പോൾ നമ്മൾ ഈ ഇത്യാദി ചില കാര്യങ്ങൾ മനസ്സിലാക്കി പേരിട്ട് കഴിഞ്ഞാൽ അത് ഗുണം ചെയ്യുന്നുള്ളതാണ്. അതുപോലെ ഈ വി ഇ എന്നുള്ളൊരു ഉച്ചാരണവും അതും ആ വി ഇ എന്നുള്ളൊരു ഉച്ചാരണവും അതിൻ്റെ കൂടെ എൻ എന്നുകൂടെ ഒരു ഉച്ചാരണം കൂടെ അവസാനം വരുന്നതും, ഇപ്പം നവീൻ, പ്രവീൺ, അങ്ങനെ VEEN ഈ ഒരു ഉച്ചാരണവും ഒരത്ര ഗുണകരമായിട്ടുള്ളതല്ല. ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ എപ്പോഴും ഉണ്ടാകാം. പല ഉയർച്ച താഴ്ചകൾ, ഒരു സ്റ്റെബിലിറ്റി സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. അങ്ങനെയുള്ള കാര്യങ്ങളും. പിന്നെ പേരിൽ SH എന്ന ഉച്ചാരണം നല്ലതാണ്. സുരേഷ് അല്ലെങ്കിൽ അതിൽ SH വരുന്ന നല്ലതാണ്. SU നല്ലതല്ല, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷേ SHൻ്റെ ഗുണം കിട്ടും. ഇഷ് എന്നുള്ള ഉച്ചാരണം ഇച്ചിരി ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായാൽ പോലും, അതായത് ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും പല കാര്യങ്ങളും പഠിക്കുന്നതും, ജീവിതത്തിൽ ഒരു മധ്യവയസ്സ് വരെ പല പ്രതിസന്ധികൾ അനുഭവിക്കാം. പക്ഷെ പിന്നീട് ഒരു ഉയർച്ചയിലേക്ക് വരാൻ SH എന്നുള്ള ഉച്ചാരണം നല്ല. ഇഷ്, രതീഷ്, SH, സുമേഷ്, നല്ലതല്ല, പക്ഷേ SH നല്ലതാണ്. രാജേഷ്, SH നല്ലതാണ്. പക്ഷേ ഇങ്ങനെ ചില ഉച്ചാരണങ്ങൾ SH നല്ലതാണ്. RIയുടെ ഉച്ചാരണം നല്ലതാണ്.
അപ്പം പിന്നെ അവനവൻ്റെ ജനിച്ച സമയവും നക്ഷത്രവും പോലെയൊക്കെ ഇരിക്കും. SH ഉച്ചാരണം നല്ലതാണ്. അപ്പോൾ ഇത് ജീവിതത്തിൽ ചില പേരിൻ്റെ ചില ഭാഗ്യങ്ങളുണ്ട്, അത് ഗുണം ചെയ്യുന്ന ചില ഭാഗ്യങ്ങളാണ്. പിന്നെ നമ്മുടെ ചില പ്രവർത്തികൾ കൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില തകർച്ചകളുണ്ട്. അതിന് പേരിനെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലർക്ക് ഭാഗ്യങ്ങൾ കാണും, കഴിവ് കാണും, അവസരം കാണും. പക്ഷെ ചില അഹങ്കാര ബുദ്ധി കൊണ്ട് അല്ലെ പിടിവാശികൾ കൊണ്ട് ചില തകർച്ചകൾ ഉണ്ടാകുന്നതിന് പേരിനോ ഒന്നും ഒരു കാര്യം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ചിലരുടെ ചില ദുർബുദ്ധി, അഹങ്കാരം, അതൊക്കെ അവനവൻ്റെ കുറ്റം മാത്രമാണ് കേട്ടോ. അത് പേരിൻ്റെ ഭാഗ്യമായിട്ടൊന്നും ബന്ധമില്ല. പറഞ്ഞാൽ മനസ്സിലായില്ല. പക്ഷെ ഇത് ഭാഗ്യം തരുന്ന ചില കാര്യങ്ങളാണ്. ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചില കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാം. കുട്ടികൾക്ക് പേരിടുമ്പോഴേ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്നോ എന്നുള്ള ഉച്ചാരണം അത്ര നല്ലതല്ല. ഇപ്പം മനോജ്, സനോജ്, ഈ എന്നോ എന്നുള്ള ഉച്ചാരണം അത്ര നല്ലതല്ല. അവരുടെ ജീവിതത്തിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളും പലപ്പോഴും ഉണ്ടാകാം. മനസ്സിലായില്ലേ? ചില ഉദാഹരണങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. എന്ന് കരുതി അവർ ജനിച്ച സമയവും നക്ഷത്രമൊക്കെ നല്ലതാണെങ്കിൽ ഒരു കുഴപ്പം വരത്തുമില്ല താനും. ഇത് പൊതുവായിട്ട് പറഞ്ഞ ചില കാര്യങ്ങളാണ്. അപ്പോൾ ജീവിതത്തിൽ കൂടുതൽ ഉയർച്ചകൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ കുട്ടികൾക്കൊരു പേരെടുക്കും, കൂടുതൽ ഉയർച്ചകൾ ഉണ്ടാകാൻ നല്ലതാണ്. അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ ഈ പരീക്ഷാ സമയമാണ്. അപ്പം കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് അല്ലെ പഠിത്തത്തിനൊക്കെ പ്രയോജനം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. അതൊരു 2-3 മാസങ്ങൾക്ക് മുമ്പ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഗുണം ഉണ്ടാകുന്നത്. എങ്കിലും ഇപ്പം ഞാൻ ഒന്ന് പറയാം. പരീക്ഷയൊക്കെ ആണല്ലോ. ദുർഗേ ദുർഗേ രക്ഷണേ സ്വാഹ, ഗുരുചരണം ശരണം. ഗുരു എന്നുള്ള ഈശ്വരൻ സങ്കല്പിച്ചാൽ മതി. ഈ മന്ത്രങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പും പഠിച്ചു കഴിഞ്ഞും ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഇടയ്ക്ക് ജപിക്കുന്നതല്ല. കുട്ടികൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മ വരാനും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനും ഗുരുചരണം ശരണം ദുർഗേ ദുർഗേ രക്ഷണേ സ്വാഹ ഈ മന്ത്രം ജപിക്കുന്നതല്ല. പിന്നെ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ മുരുകന് ത്രിമധുരം ചൊവ്വാഴ്ച സമർപ്പിച്ച് 6 വലത്ത് വെച്ച് ഭഗവാനെ രക്ഷപ്പെടുത്തണേ എന്ന് ഓം ശരവണ ഭവ എന്ന് ജപിച്ച് 6 വലത്ത് വെച്ച് നടക്കി വെച്ച് പ്രാർത്ഥിക്കുന്നതല്ല ചൊവ്വ ഞായർ. പിന്നെ ശനിയാഴ്ച 2 പഴുത്ത കദളിപ്പഴം ഒരു സാധാരണ അർച്ചനയും കൂടെ ശിവനെ സമർപ്പിച്ച് ഭഗവാനെ എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് സമർപ്പിക്കാൻ നല്ലതാണ്. അതൊക്കെ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. പിന്നെ ഓം നമോ നാരായണായ കുളി കഴിഞ്ഞാൽ ഉടനെ തല തോർത്തി കഴിഞ്ഞ് കൈയും കാലും മുഖം ഒന്നുകൂടെ നനച്ചിട്ട് ഇടതുകാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടനെഞ്ചി തൊട്ട് ജപിക്കാൻ നല്ലതാണ്. പിന്നെ ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതി കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഇത് ഇടതുകാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടനെഞ്ചി തൊട്ട് വാഗുകൊണ്ട് 3 തവണ തല തോർത്തി കഴിഞ്ഞ് കൈയും കാലും മുഖം കൊണ്ട് നനയ്ക്കണം ഈ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ്. അങ്ങനെ കുളിമുറി എന്ന് രാവിലെ ജപിക്കുന്ന നല്ലതാണ്. തടസ്സങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നമ്മുടെ കഴിവ്, നമ്മുടെ ബുദ്ധി ഇതൊക്കെ വർദ്ധിച്ചു വരാനും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനും ഒക്കെ ഉപകരിക്കും. ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ഈ ജ്ഞാനത്തിൻ്റെ ദേവതയാണ്. ജ്ഞാനശക്തി, ഇച്ഛാശക്തി, ക്രിയാശക്തി. ഭദ്രകാളി ഇല്ലാതെ ഒരു ജ്ഞാനവുമില്ല, ഒരു അറിവുമില്ല, ഒരു വിദ്യയില്ല. അമ്മയാണ് അൾട്ടിമേറ്റ്. അപ്പം അതുപോലെ മുരുകൻ, ശിവൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഓം കൃഷ്ണായ നമയും ഇടയ്ക്ക് ജപിക്കാൻ നല്ലതാണ്. അതിന് ഭാഗ്യം കൊണ്ടുവരാൻ ശക്തിയുള്ളൊരു മന്ത്രമാണ്. അപ്പം ഇതൊക്കെ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചാൽ പഠിച്ച് രക്ഷപ്പെടട്ടെ എന്ന് കരുതി പറയുന്നതാണ്. കാരണം പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. രക്ഷപ്പെടണമെങ്കിൽ അത് നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാവണം. രക്ഷപ്പെടേണ്ട ഒരു സമയമുണ്ട് ജീവിതത്തിൽ. ആ സമയത്ത് പഠിച്ച് രക്ഷപ്പെടുന്നവരാണ് ജീവിതത്തിൽ നല്ല നിലയിലെത്തുന്നത്. ഇത് പഠിക്കുന്ന സമയത്ത് പഠിച്ചു, പക്ഷേ രക്ഷപ്പെടേണ്ട സമയത്ത് നല്ലൊരു ജോലി സമയത്ത് ഉഴപ്പി അല്ലെ വേറെ കൂട്ടുകെട്ടാക്കി പോയില്ലേ. ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹം കൊണ്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അതുകൊണ്ട് പറഞ്ഞതെന്നാണ്. ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവ ശിവ.